ഇന്ത്യയിൽ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ വളരെ അപൂർവമായി മാത്രമേ ഇംപീച്ച് ചെയ്യുന്ന നടപടി ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണക്കില്ലാതെ പണം കണ്ടെടുത്തു എന്ന ഒരു ആക്ഷേപത്തെയും ആരോപണത്തെയും തുടർന്നാണ് ആ സംഭവം എന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ചേർന്ന് നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 120 MP-മാർ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ നോട്ടീസ് എപ്പോൾ കൊടുക്കുമെന്നറിയില്ല. ഒരുപക്ഷെ നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകും. സാധാരണ ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ ലോക്സഭയിൽ 100 MP-മാരും രാജ്യസഭയിൽ 50 MP-മാരും ഒപ്പിടണം. ഇന്ന് പ്രതിപക്ഷത്തിന് അത്രയും MP-മാർ കൈവശമുള്ളതുകൊണ്ട് അവർക്ക് ഒരു ജഡ്ജിക്കെതിരെ ഇംപീച്ച് നടപടി ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആ നോട്ടീസ് വെറും നോട്ടീസായി തന്നെ ഇരിക്കുകയേ ഉള്ളൂ. അത് ഒരു കാരണവശാലും പാസ്സാകും എന്ന് തോന്നുന്നില്ല. പ്രമേയം അവതരിപ്പിച്ചാൽ തന്നെയും അത് പാസ്സാകും എന്ന് തോന്നുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി സ്വാമിനാഥനെതിരെയാണ് ഈ GR സ്വാമിനാഥനെതിരെയാണ് ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റം സത്യസന്ധമായി നീതി നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മുൻ കോടതി വിധികളെയും മുമ്പ് ഉണ്ടായ വ്യവഹാരങ്ങളിലെ കോടതി നിരീക്ഷണങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഒരു കേസിൽ വിധി പറഞ്ഞു. ആ വിധിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെന്റ് ആവശ്യത്തിലെത്തി നിൽക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ തിരുപ്പുറക്കുണ്ട്രം എന്ന സ്ഥലത്തെ വളരെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാർത്തിക മാസത്തിൽ കാർത്തിക ദിവസം കാർത്തിക ദീപം തെളിക്കുന്ന ചടങ്ങ് ഉണ്ട്. ആ ചടങ്ങ് നടപ്പാക്കണം. അത് ഭക്തർ നൽകിയ ഹർജിയെ തുടർന്ന് ആ ചടങ്ങ് നടത്താൻ പോലീസ് അനുമതിയും പോലീസ് സുരക്ഷയും വേണമെങ്കിൽ നൽകണം എന്ന ഒരു വിധിയാണ് അദ്ദേഹം നൽകിയത്. അത് കാലങ്ങളായിട്ട് തുടരുന്ന ആചാരമാണ്, അനുഷ്ഠാനമാണ്. അത് മാറ്റിമറിക്കേണ്ട കാര്യമില്ല. അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ ഒരു പക്ഷേ അത് ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ ഭൗതികമായ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ വിധി പറഞ്ഞത്. എന്നാൽ സമീപത്ത് ഒരു ദർഗയുണ്ടെന്നും ആ ദർഗ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ഈ ദീപം തെളിക്കുന്നത് ശരിയല്ലെന്നും അത് വലിയ സാമൂഹിക സ്പർദ്ധ, മതസ്പർദ്ധ ഉണ്ടാക്കുമെന്നും ക്രമസമാധാന നില തകരുമെന്ന് പറഞ്ഞ് തമിഴ്നാട് സർക്കാർ, DMK-യുടെ നേതൃത്വത്തിലുള്ള MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ അത് തടഞ്ഞു. ആ കോടതി വിധി നടപ്പാക്കിയില്ല. തുടർന്ന് ഭക്തർ വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരും എന്ന രൂക്ഷമായ വിമർശനത്തോടുകൂടി കേന്ദ്രസേനയുടെ സഹായത്തോടെ ആ വിധി നടപ്പാക്കാൻ ജഡ്ജി നിർദ്ദേശിച്ചു. ഇതാണ് തമിഴ്നാട് സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വന്ദേ മാതരം എന്ന ഗീതം ഹിന്ദുക്കളുടേതാണ്, അത് മുസ്ലിങ്ങളുടേതല്ല എന്ന് പാർലമെന്റിൽ പ്രസംഗിച്ച രാജ, ആണ്ടിമുത്തു രാജ എന്ന 2G സ്പെക്ട്രം അഴിമതി ആരോപണം നേരിട്ട മന്ത്രി, ഒരു കാലത്ത് മന്ത്രിയായിരുന്നപ്പോൾ കോടിക്കണക്കിനല്ല സഹസ്ര കോടികളുടെ അഴിമതി ആരോപണം നേരിട്ട രാജ എന്ന DMK-യുടെ MP പ്രസംഗിച്ചത് നമുക്കറിയാം. അത് പുറത്തു വന്നിട്ടുണ്ട്. വന്ദേ മാതരം ഹിന്ദുക്കളുടേതാണ്, മുസ്ലിങ്ങളുടേതല്ല, അത് മുസ്ലിങ്ങൾ ഒരിക്കലും അവരുടേതാക്കിയിട്ടില്ല എന്ന നെറികെട്ട വാദം ഉന്നയിച്ച ഒരു MP-യാണ് ഈ ആണ്ടിമുത്തു രാജ, DMK-യുടെ MP. ഒരു കാലത്ത് വന്ദേമാതരം ഭാരതീയൻ്റെതായിരുന്നു. ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഭാരതീയരുടേതായിരുന്നു. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ഭാരതീയനാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്ന ഏതൊരാളിനും ഈ മാതൃഭൂമിയെ പാടി പുകഴ്ത്തുന്നതിന് ഒരു തടസ്സവുമില്ല.
ധീരദേശാഭിമാനികളുടെ ദിവ്യ മന്ത്രമായിരുന്നു, പവിത്ര മന്ത്രമായിരുന്നു വന്ദേ മാതരം. ആ വന്ദേ മാതരത്തിനെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും കള്ളികൾ തിരിച്ച് അതിനുള്ളിലാക്കി ആക്ഷേപിക്കാൻ DMKയുടെ മുൻ മന്ത്രി തയ്യാറായത്. എന്തായാലും അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഈ നോട്ടീസ് ലോക്സഭ സ്പീക്കർക്ക് നൽകുമ്പോൾ DMKയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കനിമൊഴി, അതുപോലെ TR ബാലു, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, കോൺഗ്രസ് MP പ്രിയങ്ക വാദ്ര എന്നിവരെല്ലാം ചേർന്നാണ് ലോക്സഭാ സ്പീക്കർക്ക് ഈ നോട്ടീസ് നൽകിയത്. ഭരണഘടനയുടെ 217, 124 അനുച്ഛേദങ്ങൾ പ്രകാരം സ്വാമിനാഥനെ ജഡ്ജി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. ജുഡീഷ്യറി പുലർത്തേണ്ട ഉന്നതമായ നിഷ്പക്ഷത, സുതാര്യത തുടങ്ങിയവ പുലർത്തിയിട്ടില്ല, സ്വാമിനാഥന്റെ പെരുമാറ്റത്തിൽ സംശയമുണ്ട് എന്നൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. സ്വാമിനാഥൻ ഒരു മുതിർന്ന അഭിഭാഷകനും പ്രത്യേക സമുദായത്തിൽപ്പെട്ടയാളുമാണ്. കാരണം അദ്ദേഹം ബ്രാഹ്മണനാണ്. അതുകൊണ്ട് ഇതൊരു ബ്രാഹ്മണിക്കൽ ഹെജുമണിയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അനർഹമായ പരിഗണന അദ്ദേഹം ചില പ്രത്യേക സമുദായങ്ങൾക്ക് നൽകുന്നു എന്നും ഇവർ ആരോപിക്കുന്നു. എന്നാൽ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിധിയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമാണ്. ഈ മുരുകക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞതുപോലെ ദീപത്തൂണിൽ കാർത്തിക വിളക്ക് കൊളുത്താൻ ഈ ജഡ്ജി സ്വാമിനാഥൻ ഉത്തരവിടുമ്പോൾ ഇത് സംബന്ധിച്ച മുൻ വ്യവഹാരങ്ങൾ 1800കളിൽ തുടങ്ങിയ വ്യവഹാരമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ആരംഭിച്ചതാണ് ഈ വ്യവഹാരം. ഇതിന് വലിയ പഴക്കമുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ മുൻ വ്യവഹാരങ്ങളിൽ കോടതികൾ പറഞ്ഞ വിധി, കോടതികളുടെ നിരീക്ഷണം, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് സ്വാമിനാഥൻ വിധി പറഞ്ഞത്. ഏകപക്ഷീയമായ ഒരു വിധിയായിരുന്നില്ല അത്. ക്ഷേത്രത്തിലെ ദേവൻ മൈനറാണെന്നും ആ മൈനറിന് അവകാശപ്പെട്ട ഭൂമിയിൽ ക്ഷേത്ര ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ നടത്താമെന്നും ആ വിധിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഇതൊന്നും DMKക്ക് ബാധകമല്ല. സനാതനധർമ്മത്തെ വൈറസ് എന്ന് വിളിച്ച ഒരു കക്ഷിക്ക്, നേതാക്കളുള്ള പാർട്ടിക്ക് ഈ കോടതി വിധി ഒരു പ്രശ്നമേ അല്ല. അവർ അതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഹിന്ദുമത സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യ മുന്നണി ഹിന്ദു വിരുദ്ധ മുന്നണിയാണ് എന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ച് സർക്കാർ തടഞ്ഞ ഈ കാർത്തിക ദീപം തെളിക്കൽ ചടങ്ങ് കൃത്യമായും സുരക്ഷാ സേനയുടെ, കേന്ദ്ര സേനയുടെ സഹായത്തോടെ നടപ്പാക്കണം എന്നാണ് സ്വാമിനാഥൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം കോടതി അലക്ഷ്യത്തിനെതിരെ കേസെടുക്കേണ്ടതാണെന്നും പറഞ്ഞു. ഇതാണ് DMKയെ പ്രകോപിപ്പിച്ചത്. അവർ ഈ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടി ആവശ്യപ്പെട്ടിപ്പോൾ ലോക്സഭയിൽ എത്തിയിരിക്കുന്നതും അതുകൊണ്ടാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ, തെക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിൽ വളരെ വികാരപരമായാണ് ഇടപെടുന്നത്. ഭക്തി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലഹരിയും ആഘോഷവുമാണ്. അതിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല. അത്തരത്തിലുള്ള ആൾക്കാർ കാലങ്ങളായിട്ട് പിന്തുടരുന്ന, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി പിന്തുടർന്നു വരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അതിനെയൊക്കെ തടസ്സപ്പെടുത്താനും വെല്ലുവിളിക്കാനും ആരെങ്കിലും തയ്യാറായി വന്നാൽ അത് ഈ ഭക്തരായ ആൾക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ DMK സർക്കാർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും. അവരോടൊപ്പം നിൽക്കുന്ന ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ മനസ്സിലാക്കേണ്ടത്, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് കേവലം തമിഴ്നാടിൻ്റെ മാത്രം ദേവനല്ല, അത് മുഴുവൻ ഇന്ത്യക്കും അവകാശപ്പെട്ടതാണ്. ഭാരതത്തിലെ വളരെ പൗരാണികമായ സങ്കല്പമാണ് സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ എന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുമ്പ് അയോധ്യയിൽ പ്രക്ഷോഭം നടന്നത് നമുക്കറിയാം. രാമജന്മഭൂമി പ്രക്ഷോഭം അയോധ്യയിൽ എത്രത്തോളം, അയോധ്യയിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യ മുഴുവനും അത് എത്രത്തോളം വ്യാപിച്ചു എന്ന് നമുക്കറിയാം. സമാനമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് വീണ്ടും സുബ്രഹ്മണ്യ ഭക്തരെ, ഹിന്ദുക്കളെ, സനാതനധർമ്മ വിശ്വാസികളെ ഈ DMK സർക്കാർ തള്ളിവിടുകയാണ്. ഇതിന് ഇന്ത്യ മുന്നണി കനത്ത വില നൽകേണ്ടി വരുമെന്ന് തീർച്ചയാണ്.